ഹലോ നമസ്കാരം. എം ജെ വേൾഡിലേക്ക് സ്വാഗതം. 2K25 റൈസിംഗ് പൂഞ്ഞാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നമുക്കും ഒരവസരം ലഭിച്ചു. റൈസിംഗ് പൂഞ്ഞാർ എന്നാൽ എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന ഈ പ്രോഗ്രാമിന് നമ്മുടെ പുതിയ ഷോപ്പ് തുടങ്ങിയത് കാരണമാണ് നമുക്കും ഈ പ്രോഗ്രാമിൽ ഒരു ക്ഷണനം കിട്ടിയത്. അപ്പം നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നടക്കലാണ് ബറാക്കത്ത് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം. അപ്പം ഞാനും ഇച്ചായനും പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് രജിസ്ട്രേഷൻ ഓൺലൈൻ വഴി ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് പഞ്ചായത്ത് വഴിയാണ് നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ രാവിലെ 9 മണി മുതലായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയത് തന്നെ. അപ്പോൾ റൈസിംഗ് പൂഞ്ഞാറിൻ്റെ ഈ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി എത്തിയത് നമ്മുടെ വ്യവസായ മന്ത്രിയായ പി രാജീവ് സാർ, പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സാർ, റോഷി അഗസ്റ്റിൻ സാർ, പിന്നെ നമ്മുടെ MP മാരായ ആൻറ്റോ ആൻ്റണി, ജോസ് കെ മാണി എന്നുള്ളവരൊക്കെയായിരുന്നു പ്രധാന അതിഥികളായി എത്തിയത് തന്നെ. വൈകിട്ടത്തെ പ്രോഗ്രാം സെഷനുകൾ നയിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര, TK ജോസ് IAS, അനൂപ് അംബിക എന്നിവരൊക്കെയാണ് ആ പ്രോഗ്രാം നയിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലെ ജില്ലാ കളക്ടർ ജോൺ B സാമുവൽ സാർ. അപ്പോൾ നമ്മളെത്തിയപ്പോൾ തന്നെ നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് നമ്മൾ എത്തിയത് തന്നെ. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ ഏകദേശം 1 മണിയോട് കൂടിയാണ് നമ്മൾ തിരിച്ച് മടങ്ങുന്നത് തന്നെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് ചെറിയൊരു വർക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു തന്നെ. ഒരുപാട് സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ കൂടുതലും വ്യവസായങ്ങൾ നടത്തുന്ന ബിസിനസ് അങ്ങനെ ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലും ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ 2K25 റൈസ് പൂഞ്ഞാറിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ബുധനാഴ്ചയായിട്ട് നമ്മുടെ ബ്ലോക്കിൽ വെച്ച് ഇതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമുക്കൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മളെ നിർബന്ധമായിട്ട് എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കണമെന്നായിരുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സാറ് നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും തന്നെ പഞ്ചായത്തിൽ നമ്മളെല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നമുക്ക് വരുമാനം നേടാം, എങ്ങനെയാണ് ഒരു ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതൊക്കെയാണ് ഈ ഒരു മീറ്റിങ്ങിലോട് കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ നമ്മുടെ ബിസിനസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നതൊക്കെയാണ് അവർ ഈ ക്ലാസ്സിൽ നമുക്ക് എടുത്തു തരുന്നത് തന്നെ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ബിസിനസ് സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈസൻസ്, എവിടെയാണ് നമ്മൾ അതിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇവർ പലരും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് തന്നെ. അന്ന് തന്നെ നിലമ്പൂരിൽ നിന്നാണ് നമുക്കൊരു സാറ് വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത്. വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി എന്ന അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സാറായിരുന്നു, നമ്മുടെ MLA ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിലും സാർ എത്തിയിട്ടുണ്ടായിരുന്നു. സാറാണ് ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ. എങ്ങനെയാണ് നമ്മളൊരു സംരംഭം ആരംഭിക്കുന്നത്? സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കാൻ ആദ്യമായി നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ഇത് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ അവർ ക്ലാസ് എടുത്തു തരുന്നത് തന്നെ. ഈ ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് മാറുവാനും കഴിവുള്ളവർക്ക് ഇവിടെ വിജയിക്കാനാവും. ഇതാണ് അവർ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകൂ എന്നാണ് അവർ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്.
2K25 റൈസിംഗ് പൂഞ്ഞാർ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്ന് ഞങ്ങൾ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. നമുക്ക് ചെറിയ ഒരു തിരക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പ്രോഗ്രാമുണ്ട്, നമ്മുടെ ഷോപ്പിൽ പ്രോഗ്രാമുണ്ട്. അത് കാരണമാണ് വർക്ക് പരമായിട്ട് നമ്മൾ പോകുന്നു. അത് കാരണമാണ് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാഞ്ഞത്. എങ്കിലും ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഓക്കെ, ബൈ ബൈ.